ഹലോ മക്കളെ, എല്ലാവരും ക്ലാസ് 11 പഠനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ക്ലാസ് 11 മാത്സിലെ ഒന്നാമത്തെ പാഠം സെറ്റ്സിലെ ഒന്നാമത്തെ ടോപ്പിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. മൊത്തം നമുക്ക് 2 ways ആണ് നമുക്ക് സെറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം, രണ്ട് റോസ്റ്റർ ഫോം. ഒരുപാട് മക്കൾക്ക് റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലെ കൺവേർഷൻ ഡിഫിക്കൽട്ടാണ്. തുറന്നു പറയാലോ, കുറച്ച് പണിയുണ്ട്. ആ കാണുന്ന ബുദ്ധിമുട്ട് ഇന്ന് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നു. വളരെ സുഖമായിട്ട് നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ കൺവേർട്ട് ചെയ്യാമെന്ന് ഫുള്ളി പഠിക്കാം. ഇന്ന് നമ്മൾ ആ കാണുന്ന ഡിഫിക്കൽറ്റി മാറ്റിയിരിക്കും. സ്കൂൾസ് എല്ലാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. സൈറത്തിനകത്തുള്ള അഗ്നി ബാച്ച് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താല്പര്യമുള്ള എല്ലാ മക്കളും എത്ര വേഗം വിളിക്കേണ്ട ഫോൺ നമ്പർ 9995400800. ഇപ്പോൾ തന്നെ ഫോൺ വിളിക്കുക, അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. 4999 മാത്രമാണ് നമുക്ക് അഗ്നി ബാച്ചിൻ്റെ ഫീസായിട്ട് വരുന്നത്. നമ്മൾ നേരെ പോകുന്നു മക്കളെ. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ കാര്യം, 4999 ഇറ്റ്സ് നോട്ട് ഫോർ 1 month, ഇറ്റ്സ് നോട്ട് ഫോർ 1 subject, ഇറ്റ്സ് ഫോർ 1 year. 1 year നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഈ വിഷയത്തിനാണ് നമ്മൾ ഇത്ര എമൗണ്ട്, അത് വളരെ വളരെ മോസ്റ്റ് അഫോർഡബിൾ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഇസ് 4999. എല്ലാ മക്കളും അതും കൂടി ഓർക്കുക. ആൻഡ് ഇതിലേക്ക് വരുന്നു, ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നോക്കുമല്ലേ, ഇവിടെ ഒരു സെറ്റ് ഉണ്ട്. അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്താ വരുന്നത്? 5 ഉണ്ട്, 25 ഉണ്ട്, 125 ഉണ്ട്, 625 ഉണ്ട്. അശാൻ എന്തോ ബന്ധമുണ്ടല്ലോ ഇവിടെ. 5, 25, 125, 625 എന്തോ ബന്ധം. ഈ കാണുന്നത് 25 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം എന്താ പോകുന്നത് എന്ന് പറയാം. 25 എന്ന് കേൾക്കുമ്പോൾ അത് ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആണെന്നറിയാം. ഇറ്റ് ഇസ് 5 square. സോ ഇവൻ 5⁻1 ആണെന്നറിയാം, ഇവനോ 5 square ആണ്. ചോദ്യം 125 എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും 125 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 5 ക്യൂബാണ്. 5ൻ്റെ ക്യൂബാണ് നമുക്കെന്ത് 125. ആൻഡ് 625 ഇറ്റ് ഇസ് 5⁻4. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ബന്ധം കിട്ടി. 5⁻1, 5⁻2, 5⁻3, 5⁻4. ഇവിടെ ഒരാൾ കോൺസ്റ്റൻ്റാണ്. ആരാ? ഒരിക്കലും മാറുന്നില്ല. ഈ കാണുന്ന റിലേഷനകത്ത് നമ്മൾ എഴുതുമ്പോൾ ഒരാൾ ഒരിക്കലും മാറുന്നില്ല. അതാരാ? താഴെ കിടക്കുന്ന 5. പക്ഷേ മേലുള്ളവനോ അത് വേരിയബിളാണ്, അത് മാറിക്കൊണ്ടിരിക്കും. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, അവസാനം 4 ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ എഴുതും മക്കളെ? ആദ്യമായിട്ട് ഞാനിന്ന് റഫ് കോപ്പി എഴുതാം. ആദ്യം 5 എഴുതി. ഇറ്റ് വോണ്ട് ചേഞ്ച്, ഓൾവേസ് 5 വിൽ ബി കോൺസ്റ്റൻറ്റ്. അങ്ങനെ നിൽക്കുന്നു. വേരിയബിൾ വരുന്നത് എവിടെയാ? പവറിലാണ് വേരിയബിൾ. കണ്ടോ, പവറിലാണ് വേരിയബിൾ. അത് മാറ്റി ഞാൻ എന്തെഴുതി? 5⁻n എന്ന് എഴുതി. സോ ഇതാണ് നമുക്ക് വരുന്ന ആൻസറിൻ്റെ ഫസ്റ്റ് ഭാഗം. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. ഇറ്റ് ഇസ് സെയിം ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5⁻n. 5⁻n ഫോർമാറ്റിൽ വരുന്ന ആൾക്കാരാണ്. ഒരുപാട് പേർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും 5⁻n എഴുതിക്കൊണ്ട്. മക്കളെ പോരാ. എന്ത് കാര്യം എന്നറിയോ? ഇപ്പോൾ എന്നെ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ആർക്കും ഒന്നും അറിയില്ല. എൻ ക്യാൻ ബി ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എന്തോന്നില്ലാവാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? എൻ്റെ വാല്യൂ മാക്സിമം 4 വരെ പറ്റുള്ളൂ. അപ്പോൾ എന്തെഴുതി? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്? ഓക്കെ, ആൻസറായി. എൻ്റെ വാല്യൂ 4-നേക്കാളും താഴെ. അശാൻ 3.5 എടുത്തേ n പറ്റോ? പറ്റില്ല. എന്നെന്താ 1ഉം 2ഉം 3ഉം 4ഉം മാത്രം പറ്റുള്ളൂ. അതായത് ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ. അതും കൂടി എല്ലാം നമുക്ക് നോട്ട് ചെയ്യണം. n ബിലോങ്സ് ടു n. ഇതാണ് മക്കളെ ഇവൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സിമിലർലി നിങ്ങൾക്കിത് വളരെ സുഖമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 149 എക്സെട്ര 100. 1, 4, 9. ഈ 4ഉം 9ഒക്കെ എന്തോ ഒരു ഐറ്റാണ്. അവനക്കറിയാം. ആലോചിക്കുക, 1 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാ? 1ൻ്റെ സ്ക്വയറാ. 4 2ൻ്റെ സ്ക്വയറാ. 9 3ൻ്റെ സ്ക്വയറാ. എക്സെട്ര ഇവനെന്താ 10ൻ്റെ സ്ക്വയറാ. അത് 1 square, 2 square, 3 square, 4 square, 5 square, 6 square, 7 square, 8 square, 9 square, ഫൈനലി 10 square. അത് ഐറ്റം. അതായത് ഇവിടെ ഒരാൾ കോൺസ്റ്റൻ്റ് മാറുന്നില്ല. ആരാ മാറാത്ത? സ്ക്വയർ മാറുന്നില്ല. അപ്പം പവർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ആരാ മാറുന്നത്? ബേസ് മാറും. 1, 2 ആവും, 3 ആവും, 4 ആവും. സോ ഇറ്റ് ഈസ് ഓഫ് ദി ഫോംസ് ഓഫ് n square. എന്താണ്? n സ്ക്വയറിൻ്റെ ഫോർമാറ്റിലാണ് അവൻ നിൽക്കുന്നത്. അപ്പം എന്ത് എഴുതും നമ്മൾ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x ഈക്വൽ ടു n സ്ക്വയർ. ആൻഡ് n-ൻ്റെ വാല്യൂ നമുക്കറിയാം മക്കളെ. മാക്സിമം എന്താണ്? 10 വരെ പാടുള്ളൂ. ഓക്കെ, 10 സ്ക്വയർ വിച്ച് മീൻസ് n-ൻ്റെ വാല്യൂ നമുക്കറിയാം 10 വരെ പാടുള്ളൂ. സോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ആൻഡ് ഇവിടെ 3.5ഉം 4.5 പറ്റൂല.
അതായത് ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ n ബിലോങ്സ് ടു n. ഇത്ര മാത്രമാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അവസാനിച്ച്. ഇഷ്ടപ്പെട്ടില്ലേ? ഹാപ്പി അല്ലേ? ഇതിലേക്ക് നീങ്ങുമ്പോൾ 2, 4, 6 എക്സെട്ര. 2, 4, 6 അടുത്താര 8 പിന്നെ 10, 12, 14. ബേസിക്കലി അവൻ എന്താ ഈവൺ നമ്പേഴ്സാണ്, അഥവാ 2ൻ്റെ മൾട്ടിപ്പിൾസാണ്. നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ എഴുതാം നമുക്കറിയോ? അറിയാത്തൊരു കേട്ടോ. ഒരു നമ്പർ ഉണ്ട്, നമുക്ക് എന്താണ് 2ൻ്റെ മൾട്ടിപ്പിളാക്കി റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാ മക്കളും മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ബേസിക് കാര്യമാണ് കേട്ടോ. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ അവൻ എന്ത് എഴുതും? 2n എന്ന് പറഞ്ഞ് എഴുതും. 2n which means it is multiple of 2. where n belongs to z എടുക്കാം, n belongs to n എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി 3n മൾട്ടിപ്പിൾ ഓഫ് 3, 4n മൾട്ടിപ്പിൾ ഓഫ് 4, 5n മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 10 എന്തായിരിക്കും? 10n. കിട്ടിയ കണ്ണനല്ല 10n കേട്ടാ. 10 പറഞ്ഞപ്പോൾ പറയും 10. അതുപോലെ തന്നെ 10n ആണ് വരിക. ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 10. ഇതിലേക്ക് നിൽക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n. കാരണം എന്താ? ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണെന്നറിയാം. ആൻഡ് ഹോപ്പ് യു ഓൾ നോ ഇവിടെ എന്താണ് n 1 ആകുമ്പോൾ 2 കിട്ടും, n 2 ആകുമ്പോൾ 4 കിട്ടും, n 3 ആകുമ്പോൾ 6 കിട്ടും. ഇറ്റ് നെവർ എൻഡ്സ്, ഇറ്റ് ഗോസ് ഓൺ. ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. എന്താണ്? ഒരിക്കലും അവസാനമില്ലാത്ത, വി കാൺ കൗണ്ട് ഇറ്റ്, പോയിക്കൊണ്ടിരിക്കും. സോ n 1 ആവുന്നു, n 2 ആവുന്നു, n ബിലോങ്സ് ടു n കൊടുത്തു. എൻഡ് ഉണ്ടാകുമ്പോൾ, ഒരു ലിമിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ഇത്തരത്തിൽ കൊടുക്കാറ്. ഇവിടെ എന്താ ഒരു ലിമിറ്റ് ഒന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചങ്ങായി. ഇതേ അവസാനിച്ചു n ബിലോങ്സ് ടു n. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ്, ഈവൺ പോസിറ്റീവ് നമ്പേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ n ബിലോങ്സ് ടു z എന്ന് പറഞ്ഞെടുത്തേനെ കേട്ടോ. വളരെ ഒരു സിമ്പിൾ ലോജിക്കാണ് വരുന്നത്. ബിക്കോസ് നെഗറ്റീവ് ഈവൺ നമ്പേഴ്സ് ലഭിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ z ഇവിടെ ഉപയോഗിക്കുന്നു. കഴിഞ്ഞു. സോ ഗൈസ്, ഇത്ര മാത്രമാണ് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് പഠിക്കേണ്ടത്. NCERT ബുക്കിനകത്തുള്ള എല്ലാ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റു ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായത് നമ്മൾ നേരത്തെ തന്നെ ആപ്പിനകത്തും വർക്കൗട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എക്കെ ഫ്രം സൈലന്റ് ലേണിംഗ്. നമ്മൾ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും. താങ്ക് യു ഓൾ. താങ്ക് യു.